ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. മദർ തെരേസ ഇന്ത്യക്കാരിയല്ല, ശരിക്കും വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളാണ്. അൽബേനിയ എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. അൽബേനിയ എന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന ആള് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുഷ്ഠരോഗികളായ ആളുകളുടെ കൂടെയാണ് കഴിയുന്നത്, കൽക്കത്തയിൽ. അപ്പൊ ആ മദറിനോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നത്? അപ്പൊ മദർ എന്താ പറഞ്ഞെന്നറിയോ? മദർ പറഞ്ഞു, മോനെ, ഞാനൊരു ചെറിയ കാര്യമാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരുണ്ട്, അവർ അധിക കാലമൊന്നും ഈ ലോകത്ത് ജീവിക്കൂല, കാരണം അവർക്ക് വയ്യ. അങ്ങനെ വയ്യാത്ത കുറെ മനുഷ്യരുണ്ട്. അവരെങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് എന്നാണ് മദർ പറഞ്ഞത്. എന്താണ്? അവര് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ്. എന്നിട്ട് മദർ അയാളോട് പറഞ്ഞു, മോനും അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. മോനും അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോഴേ ഇയാൾ കരഞ്ഞുപോയി. അയാൾ തന്നെ പറയാ, മറ്റുള്ള മനുഷ്യരെ പുഞ്ചിരിക്കാൻ സഹായിക്കുമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. കാരണം എന്റെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പുഞ്ചിരി ഞാൻ കാരണം നഷ്ടപ്പെട്ട് കിടക്കിയിരുന്നു. ആ സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും നഷ്ടപ്പെടുത്തിയ ആളാണ് ഞാൻ. എന്നോടാണ് മദർ പറയുന്നത്, വേറെ ആളുകൾക്ക് പുഞ്ചിരി കൊടുക്കണം. അയാൾ കരഞ്ഞുപോയി. അയാളുടെ ജീവിതം മാറി. അയാൾ പിന്നെ ഒരു സന്യാസിയായിട്ടൊക്കെ മാറുകയാണ്. മദറിന്റെ ഒരൊറ്റ വാക്കാണ്, മനുഷ്യരെ പുഞ്ചിരിക്കാൻ സഹായിക്കൂ. ഖുർആനില് പഠിച്ചോ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ അന്യായമായി വധിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ്. ഒരാളെ കൊന്നാല് ലോകത്തുള്ള എല്ലാവരെയും കൊന്നതുപോലെ. ഇത് കേട്ടിട്ടില്ലേ? ഇന്ന് അതിന്റെ ശേഷം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആരെങ്കിലും ഒരാൾ വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ ജീവൻ കൊടുക്കാൻ? ആദ്യം പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഒരാൾ കൊന്നാൽ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതുപോലെ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് എന്താ? ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാവർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ ജീവൻ കൊടുക്കാൻ? കഴിയോ? അതാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഡയാലിസിസ് സെന്ററിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ജീവൻ കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ സങ്കടത്തിന് പരിഹാരമാകാൻ നമ്മൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അയാളുടെ കൂടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യണം എന്താണെന്നറിയോ? നമ്മൾ അയാൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു ശ്വാസം കൊടുക്കുന്നത് പോലത്തെ പ്രവർത്തനമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഇങ്ങനെയാണ് ജീവിതം കുറച്ചുകൂടെ ഇങ്ങനെ അർത്ഥവത്താകുന്ന മനുഷ്യർക്ക്. ഈ ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലും ജീവിക്കും, ഇല്ലേ? ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലും ജീവിക്കും. എന്നാൽ ചില മനുഷ്യന്മാര് അർത്ഥപൂർണമായി ജീവിക്കും. അതൊരു ജീവിതം. പറയാൻ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ ഇടങ്ങളുണ്ടാവും. ഇപ്പൊ നേരത്തെ ഇന്നലെ രാത്രി വന്ന് ഹിജാബ്ക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മള് സജിയുടെ വീട്ടിലിരുന്നു താമസിച്ചിരുന്നു. അദ്ദേഹം പോയോ? ഇവിടെ അവിടെ ഉണ്ട്. നിങ്ങൾ പോയി വിചാരിച്ചിട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിന് യാത്രയുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്. അദ്ദേഹം വീട് വെച്ചിരിക്കുന്ന കുറച്ച് ഉയരമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ കുന്നിലേക്ക് കയറി വന്ന് താഴെ പോകുന്ന ബസ്സിന്റെ മുകളിലേക്ക് ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് ആ കല്ലുകൾ അവിടെ ചെന്ന് വീഴുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഈ സ്ഥലം വാങ്ങുമെന്നും ഇവിടെ വീട് വെക്കുമെന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒന്നും മറുപടി പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കേൾക്കും. പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന വാപ്പ മകൾക്ക് വയ്യാന്നറിഞ്ഞിട്ട് ഓടി വന്നതായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച മകളുടെ അവസ്ഥ കുറച്ച് പ്രയാസകരമാണെന്ന് ഡോക്ടർ ഈ വാപ്പയോട് പറഞ്ഞപ്പോൾ ആ വാപ്പയുടെ മനസ്സ് ഉരുകിപ്പോയി. ആ ഷോക്കിലായ ആ വാപ്പയ്ക്ക് വല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായി. അത് ഹാർട്ട് അറ്റാക്കിന്റെ അവസ്ഥയിലേക്ക് എത്തി. 48